Hi guys, welcome to VLane Study Platform. Fast News GS paper 2 polity related article ആണ് 1.2 lakh deaths in road accident in 2020 NCRB. സോ NCRB ആനുവലി റിലീസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ടിൽ 3 വർഷത്തെ റോഡ് ആക്സിഡൻറ്റിൻ്റെ ഡേറ്റാസ് ആണ് കൊടുത്തിട്ടുള്ളത്. 2018 ആ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.35 ലക്ഷം വരും. 2019 നോക്കുമ്പോഴേക്കും 1.36 2020 നോക്കുമ്പോഴേക്കും 1.2 ലക്ഷം റോഡ് ആക്സിഡൻറ്റുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റോഡ് ആക്സിഡൻറ്റിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കെയർലെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. സോ ഈ ഒരു കാര്യം മാത്രമല്ല ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിൽ തന്നെയും 2020 മാർച്ചിലൊക്കെ നമ്മൾ ലോക്ക്ഡൗൺ ഇമ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എല്ലാം തന്നെ ഡിമ്മായിട്ടുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഇല്ലേ. അധികം ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, പുറത്തിറങ്ങി പോകുന്നില്ല. പക്ഷേ ആ ലോക്ക്ഡൗൺ ടൈമിൽ പോലും ഏകദേശം പെർ ഡേ ആവറേജ് 328 ഇൻഡിവിജ്വൽസ് ആണ് എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. ഇതിൻ്റെ ഈ ഒരു റീസൺ നോക്കുവാണെങ്കിൽ നമ്മൾ പറയും എന്താണ്, റോഡിൻ്റെ കണ്ടീഷൻസ് ശരിയല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ റോഡ് ടാക്സ് അടയ്ക്കുന്നതാണ്, പക്ഷേ ഗവൺമെൻറ് പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി റെയിനി സീസൺസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുമില്ല. ഈ ഒരു റെയിനി സീസൺ ആകുമ്പോഴേക്കും ഒരു ഫ്ലഡഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും റോഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കാരണത്താൽ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സിഡൻറ്റ്സ് ഇൻക്രീസ് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ കെയർലെസ് ആയിട്ടുള്ള ബിഹേവിയറും ഉണ്ട്. അത് കൂടാതെ തന്നെ എന്താണ്, ജനങ്ങൾ പ്രോപ്പറായിട്ട് റൂൾസ് ഫോളോ ചെയ്യുന്നില്ല, എന്താണ് ട്രാഫിക് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, ഹൈ സ്പീഡിലുള്ള ഡ്രൈവിങ്, ഇതെല്ലാം തന്നെ ഒരു പാരാമീറ്റേഴ്സാണ്. ഇവിടെ റോഡ് സേഫ്റ്റിയുടെ ആ ഒരു സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ആ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് റോഡ് ട്രാൻസ്പോർട്ട് തന്നെയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ട്രാഫിക്കിൻ്റെ ഷെയറും ഒപ്പം തന്നെ നാഷണൽ എക്കണോമിയിലുള്ള കോൺട്രിബ്യൂഷനും വെച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ ഡോമിനൻ്റ് പൊസിഷനിൽ നിൽക്കുന്നത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ്. സോ ഇവിടെ എന്താണ്, റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ നല്ല രീതിയിലുള്ളൊരു ഡിമാൻഡ് ഉണ്ട് അല്ലേ. ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത്, റോഡ് നെറ്റ്വർക്ക് ഓരോ വർഷം കഴിയുമ്പോഴും ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ റോഡ് നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോഴേക്കും അർബനൈസേഷൻ കൂടും, ഒപ്പം തന്നെ മോട്ടോറൈസേഷനും കൂടും അല്ലേ. ഇങ്ങനെ ഈ ഒരു റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഡിമാൻഡ് കൂടുകയും അതിനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് എക്സ്പാൻഷനും കാര്യങ്ങളും ഒക്കെ നടത്തുകയും ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും, നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാവുന്നത്. എസ്പെഷ്യലി റോഡ് ആക്സിഡൻറ്റ് കൂടും. അങ്ങനെ ഏതെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റി കാരണം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്നാണ് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള ടേംസുകൾ എന്താണ്, മെയിൻസിന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, ഇത്തരത്തിലുള്ള ടേംസുകൾ അറിയാൻ ശ്രമിക്കുക. സോ എന്ത് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്, നമ്മുടെ സോഷ്യോ എക്കണോമിക് ഫാക്ടറിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അതായത് നമ്മളിപ്പം GDP റേറ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു കൗണ്ട് നോക്കുകയാണെങ്കിൽ തന്നെ, ഈ ഒരു ആക്സിഡൻറ്റ് കേസുകൾ നോക്കുകയാണെങ്കിൽ തന്നെ പലതും പ്രിവെൻറ്റബിൾ ആയിരുന്നു. കാരണം കെയർലെസ് കൊണ്ട് അല്ലെങ്കിൽ ട്രാഫിക് സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് അല്ലേ. സോ ഇത്തരത്തിലുള്ള റോഡ് ആക്സിഡൻറ്റിൻ്റെ ആ ഒരു പ്രശ്നം കാരണം ഇന്ത്യയുടെ GDP ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3%. സോ റോഡ് ആക്സിഡൻറ്റ് നമ്മുടെ സോഷ്യോ എക്കണോമിക് കോസ്റ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. റോഡ് ആക്സിഡൻറ്റിൻ്റെ ആ ഒരു കാരണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പറയാം കെയർലെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അല്ലേ. അതായത് മദ്യപിച്ച് വണ്ടി ഓടിക്കുക, ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുക, ഓവർ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുക, ഒപ്പം തന്നെ ഹെൽമെറ്റ് ഇല്ലാതെ റൈഡ് ചെയ്യുന്നത്, സീറ്റ് ബെൽറ്റ് പ്രോപ്പറായിട്ട് വിയർ ചെയ്യാത്തത്, ഇത്തരത്തിലുള്ള കാരണങ്ങളാണ് കെയർലെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിസിറ്റും ഉണ്ട്. അതായത് നമ്മുടെ ഡിസൈനിങ് ആണെങ്കിലും, റോഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡിസൈനിങ് ആണെങ്കിലും, ഒപ്പം തന്നെ എഞ്ചിനീയറിംഗ് ആണെങ്കിലും, ഇപ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ക്വാളിറ്റി അല്ലെങ്കിൽ തന്നെ പിന്നീട് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സസ്റ്റെയിൻ ചെയ്ത് പോകത്തില്ല അല്ലേ. സോ ഇത്തരത്തിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരുപാട് ഡെഫിസിറ്റ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു റോഡ് ആക്സിഡൻറ്റിൻ്റെ മേജർ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് വരുന്ന മൊബൈൽ ഫോൺ തന്നെയാണ്. സോ ഇത്തരത്തിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള ഡിസ്ട്രാക്ഷൻ, അത്തരത്തിലുള്ള കെയർലെസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാരണവും റോഡ് ആക്സിഡൻറ്റ്സ് കൂടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഓവർലോഡിങ്ങും ഉണ്ട്. ഇപ്പോൾ ട്രിപ്പിൾസ് അടിച്ചൊക്കെ എത്ര പേരാണ് ബൈക്കിൽ പോകാറുള്ളത് അല്ലേ. ഒപ്പം തന്നെ എന്താണ്, റൂറൽ ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓവർലോഡഡ് ആയിട്ട് പോകുന്നത്. ചില പ്രൈവറ്റ് ബസ് ആണെങ്കിൽ തന്നെയും എന്താണ്, ഓവർലോഡിൽ കൊണ്ടുപോകാറുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഓവർലോഡിങ് സംഭവിക്കാറുണ്ട്. അത് പിന്നീട് ആക്സിഡൻറ്റിലേക്ക് വഴിതെളിക്കും. കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UN
ഫ്രണ്ടൽ ഇമ്പാക്ട് ക്രാഷ് ടെസ്റ്റ് ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു വെഹിക്കിൾ സേഫ്റ്റി സ്റ്റാൻഡേർഡിനെ ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ആണ്. ഈ ടെസ്റ്റിങ്ങിൽ ഇന്ത്യയിലെ ടോപ്പ് സെല്ലിംഗ് കാർസ് എല്ലാം തന്നെ ഫെയിലിയർ ആണെന്നുള്ളതാണ് മറ്റൊരു സത്യമെന്ന് പറയുന്നത്. ഇത് കൂടാതെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട്, അതായത് എയർ ബാഗ് എന്താണ്, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന് പറയുന്നത് എന്താണ്, ABS സിസ്റ്റത്തിനെ പറ്റി ഇത്തരത്തിലുള്ള ധാരണകളൊന്നും പലർക്കുമില്ല. സോ ലാക്ക് ഓഫ് അവയർനെസ്സും ഒരു മാറ്ററാണ്. സോ ഈ ഒരു റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ആർട്ടിക്കിൾ ബേസ്ഡ് ആയിട്ട് ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിൾ ഇനി കമ്മിങ് ഡേയ്സിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. ആ ടൈമിൽ നമ്മുടെ ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇനിഷ്യേറ്റീവിനെ പറ്റിയാണ് പറയുന്നത്, ബ്രസീലിയ ഡിക്ലറേഷൻ. സോ ഈ ഒരു റോഡ് സേഫ്റ്റിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളൊരു ഗ്ലോബൽ കോൺഫറൻസ് ആയിരുന്നു. ബ്രസീലിൽ വെച്ച് കണ്ടക്ട് ചെയ്തത് കൊണ്ടാണ് ബ്രസീലിയ ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്നത്. ഇതിൽ 2020 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 3.6 ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഗ്ലോബലി ഉള്ള റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഉണ്ടല്ലോ, അതിപ്പം ഡെത്ത്സ് ആണെങ്കിലും ഇഞ്ചുറീസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു നമ്പർ പകുതിയാക്കാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ തന്നെ UN ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. UN ഡിക്ലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോഡ് സേഫ്റ്റിക്ക് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കാനുള്ള ഡിസിഷൻ ആയിരുന്നു. സോ 2010 മുതൽ 2020 വരെയാണ് ഇത്തരത്തിലുള്ള ആക്ഷൻസ് എടുക്കാനുള്ള ഡിക്ലറേഷൻ UN നടത്തിയത്. നമ്മളിപ്പം നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ NCRBയുടെ റിപ്പോർട്ടിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ NCRBയെ പറ്റി പറയുകയാണെങ്കിൽ, പൊളിറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ 1986 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. സോ 2 കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1977 തൊട്ട് 81 കാലഘട്ടത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കമ്മീഷനായിരുന്നു നാഷണൽ പോലീസ് കമ്മീഷനും. പിന്നീട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ടാസ്ക് ഫോഴ്സ് 1985 സിമിലർ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ റെക്കമെൻഡേഷൻസിൻ്റെ പ്രകാരമാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ NCRB സെറ്റപ്പ് ചെയ്യുന്നത്. സോ NCRBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലാണ്. എല്ലാ വർഷവും NCRB ക്രൈം റിലേറ്റഡ് ആയിട്ടും ക്രിമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് റിലീസ് ചെയ്യും. സോ ഈ ഒരു ആനുവലി റിലീസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനെ വിളിക്കുന്ന പേരാണ് ക്രൈം ഇൻ ഇന്ത്യ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സോ 1953 മുതലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു റിപ്പോർട്ടിലുള്ള ഇൻഫോർമേഷൻസ് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. സോ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് മറ്റൊരു കാര്യം കൂടിയാണ്, അതായത് നമ്മുടെ രാജ്യത്തിലുള്ള ലോ ആൻഡ് ഓർഡർ സെറ്റപ്പിനെ പറ്റിയുള്ള ഒരു ക്രൂഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് കൂടിയാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് തരുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSP2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. NRC's ഫൈനൽ റൂൾസ് ആസാം ഫോറിനേഴ്സ് ട്രിബ്യൂണൽ. സോ ഈ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആസാമിലെ ഫോറിനേഴ്സ് ട്രിബ്യൂണലിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. NRC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് കാരണമാണ് ഇപ്പം NRC റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. ഈ ഒരു ജഡ്ജ്മെൻറ്റിൽ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു NRC ഉണ്ടല്ലോ, ആസാമിലെ റിലേറ്റഡ് ആയിട്ടുള്ള NRC എന്ന് പറയുന്നത് ഫൈനലാണെന്നാണ് ഈ ഒരു ഫോറിനർ ട്രിബ്യൂണൽ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ആസാമിലെ NRC റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതുവരെ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടില്ല. സോ ഈ ഒരു രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആയിട്ടില്ല. സോ ലീഗൽ ഡോക്യുമെൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഫോറിനർ ട്രിബ്യൂണൽ പറയുകയാണ് എന്താണ്, ഈ ഒരു NRCയിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഫൈനലാണെന്ന്. ഇതാണ് ഇവിടുത്തെ കൺസേൺ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. സോ പൊളിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് NRC എന്താണെന്നും അറിയണം, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ. സോ ഇന്ത്യയിലെ ലീഗൽ സിറ്റിസൺസ് ആരാണ്, അതായത് ഇന്ത്യൻ സിറ്റിസൺ ആരാണ്, അതായത് മൈഗ്രൻസ് ആയിട്ടുള്ളവരിൽ നിന്ന് നമ്മുടെ സിറ്റിസൺസിനെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ളൊരു ഒഫീഷ്യൽ റെക്കോർഡാണ് നാഷണൽ രജിസ്റ്റർ സിറ്റിസൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു NRCയിൽ എന്തായിരിക്കും, ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും, ഒപ്പം തന്നെ ആ ഒരു സിറ്റിസൺ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഇന്ത്യൻ സിറ്റിസണെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷനാണ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 കൊടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ ബേസിസിലാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സിറ്റിസൺസിനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. 1951 സെൻസസ് പ്രകാരമായിരുന്നു ആദ്യം ഇത്തരത്തിലുള്ള രജിസ്റ്റർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് റീസെൻ്റ്ലിയാണ് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്തത്. സോ എന്തിനാണ് NRC അപ്ഡേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു ആസാമിൽ എന്തിനാണ് അപ്ഡേറ്റ് ചെയ്തത്? ഇപ്പോൾ നമുക്ക് ആസാമിൻ്റെ ജോഗ്രഫി ലൊക്കേഷൻ അറിയാം, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റിലേക്ക് ഒരുപാട് റെഫ്യൂജിയുടെ മൈഗ്രേഷൻ ഉണ്ട്, അതായത് ഈ ഒരു ബംഗ്ലാദേശിൽ നിന്നാണെങ്കിലും ഒപ്പം തന്നെ നെയ്ബറിങ് സ്റ്റേറ്റിൽ നിന്നും എന്തുണ്ട്, മൈഗ്രേഷൻസ് ഉണ്ട് അല്ലേ.
സോ ഈ ഒരു മൈഗ്രേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസിസ് ഉള്ളത് കൊണ്ടാണ് ഇത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. മനസ്സിലാക്കേണ്ട കാര്യം, മൈഗ്രേഷനെ എപ്പോഴും ഹ്യൂമൻ റൈറ്റിൻ്റെ ആ ഒരു ബേസിസിൽ വെച്ചിട്ട് നമ്മൾ അതിനെ കൺവീൻസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ജോഗ്രഫിക്കൽ ഏരിയയിലേക്ക് മൈഗ്രൻ്റിൻ്റെ ആ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും പിന്നീട് അവിടെ റിസോഴ്സസിൻ്റെ ക്രൈസിസ് ഉണ്ടാവും. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ റെഫ്യൂജീസിനെ എല്ലാം കൂടി നമ്മുടെ ഇന്ത്യ അത് അക്സെപ്റ്റ് ചെയ്യുന്നത് അതിലൊരു ഹ്യൂമൻ റൈറ്റ് ഉണ്ട് എങ്കിൽ തന്നെയും നമുക്കത് സഫീഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? ചില ടൈമിൽ ഇത്തരത്തിലുള്ള റെഫ്യൂജീസ് മിലിറ്റൻറ്റ് ഗ്രൂപ്പുകൾ സെറ്റപ്പ് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള കൺസേൺ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പാരാമീറ്റേഴ്സ് വരുമ്പോൾ നമുക്ക് മൈഗ്രൻസിനെ എപ്പോഴും ഹ്യൂമൻ റൈറ്റിൻ്റെ പേരിൽ സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. സോ ഈ ഒരു ആസാമിൽ എന്തുകൊണ്ടാണ് NRC അപ്ഡേറ്റ് ചെയ്തത്? ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ പറഞ്ഞ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 സിറ്റിസൺഷിപ്പ് റൂൾസ് 2003 പ്രകാരം നമ്മുടെ NRC അപ്ഡേറ്റ് ചെയ്യണമെന്ന്. സോ ഈ ഒരു രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സുപ്രീം കോടതി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ആസാമിലെ ചില പാർട്സിലും ഇത്തരത്തിലുള്ള അപ്ഡേഷൻ നടത്തണം. ഈ ഒരു സിറ്റിസൺഷിപ്പ് റൂൾ 2003 പ്രകാരം ആസാമിലെ പാർട്സിലും ഇതിൻ്റേതായിട്ടുള്ള രജിസ്ട്രേഷൻ കൊണ്ടുവരണമെന്ന് സുപ്രീം കോടതി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് 2015 NRC അപ്ഡേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസൈഡ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ GS പേപ്പർ 2 പൊളിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ് ഹിന്ദി ഗെയിൻസ് ഡ്യൂ ടു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്. സോ ഹിന്ദി ലാംഗ്വേജിനുള്ള ആ ഒരു ഡോമിനൻസ് അല്ലെങ്കിൽ ആ ഒരു ഗെയിനെ പറ്റിയാണ് പറയുന്നത്. അത് കണക്ട് ചെയ്യുന്നത് ഡെമോഗ്രാഫിക് ഷിഫ്റ്റുമായിട്ടാണ്. സോ ഈ ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നോർത്ത് ഇന്ത്യ ഉണ്ട്, സൗത്ത് ഇന്ത്യ ഉണ്ട് ഇല്ലേ? സോ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്, ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ. നമുക്ക് പല പല ലാംഗ്വേജ് ഉണ്ട്, മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ. എന്തായാലും ഹിന്ദി ഇല്ല. ഇത് തന്നെയാണ് പ്രശ്നം. സിംപ്ലി നമ്മളിപ്പോൾ യൂട്യൂബ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ചാനൽസ് അവൈലബിൾ ആണല്ലേ. ഇപ്പോൾ നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ അനാലിസിസ് തന്നെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജിൽ എത്ര ചാനൽസ് ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ കൂടുതൽ ചാനൽസും ഹിന്ദിയിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും, ഇംഗ്ലീഷിൻ്റെ എക്സ്പ്ലനേഷന് വേണ്ടി വീണ്ടും എന്ത് ചെയ്യും, സെർച്ച് ചെയ്ത് പോകേണ്ടതുണ്ട്. സോ ഇവിടുത്തെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ആ ഒരു ഗെയിനും അല്ലെങ്കിൽ ആ ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റുമാണ് പറയുന്നത്. സോ ഈ ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പം ഈ ഒരു ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് TFR എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യയിലാണ്. സോ നോർത്ത് ഇന്ത്യയിൽ ഈ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, പോപ്പുലേഷൻ കൂടും. പോപ്പുലേഷൻ കൂടുമ്പം ഈ ഒരു പോപ്പുലേഷൻ മെജോറിറ്റി എന്താണ് സംസാരിക്കുന്നത്, ഹിന്ദിയാണല്ലേ. സോ ഒരു ജോഗ്രഫിക്കൽ റീജിയനിൽ പോപ്പുലേഷൻ കൂടുകയാണെങ്കിൽ റിസോഴ്സസിൻ്റെ പ്രഷർ ഉണ്ടാവും. ഇത് പ്രഷർ കൂടുമ്പോഴേക്കും അവരെന്ത് ചെയ്യും, ആ ഒരു ജോഗ്രഫിയിൽ നിന്ന് അടുത്ത റീജിയൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഈ ഒരു നോർത്ത് ഇന്ത്യൻസ് ജോബിന് വേണ്ടിയാണെങ്കിലും മറ്റ് കാര്യങ്ങൾക്കാണെങ്കിലും എങ്ങോട്ട് വരികയാണ്, സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണ്. ഇതാണ് സിംപ്ലി ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ് 2021 ജൂലൈയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു സ്കീമായിരുന്നു നിപുൺ ഭാരത് സ്കീം എന്ന് പറയുന്നത്. ഈ ഒരു ജൂലൈയിൽ ലോഞ്ച് ചെയ്യാനുള്ള റീസൺ എന്താണ്, നമ്മൾ 2020 മാർച്ചിൽ ലോക്ക്ഡൗൺ ഇമ്പോസ് ചെയ്തു ഇല്ലേ. ഒരുപാട് സ്കൂൾസ് അടച്ചതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ലേണിംഗ് ലോസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ലേണിംഗ് ലോസ് പരിഹരിക്കാനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരുപാട് പ്രോഗ്രാമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രോഗ്രാമാണ് നിപുൺ ഭാരത് സ്കീം എന്ന് പറയുന്നത്. സോ നിപുൺ ഭാരത് സ്കീം എന്ന് പറയുമ്പം നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ന്യൂമറസി. സോ ഈ ഒരു നിപുൺ ഭാരത് സ്കീം ആരായിരിക്കും ലോഞ്ച് ചെയ്തത്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ആണ്. സോ ഇതിൻ്റെ മെയിൻ ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026-27 ആ ഒരു ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴേക്കും 3 വയസ്സ് തൊട്ട് 9 വയസ്സ് ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും ആ ഒരു ഫൗണ്ടേഷണൽ ലിറ്ററസിയും ന്യൂമറസിയും അറ്റൈൻ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ ഫാക്റ്റുകൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ഒരു ലേണിംഗ് ലോസ് എന്ന് പറയുന്ന ഗ്യാപ്പ് പരിഹരിക്കാനായിട്ട് നിപുൺ ഭാരത് സ്കീം ലോഞ്ച് ചെയ്തു. സോ ഇവിടുത്തെ കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോഞ്ച് ചെയ്തത് ആരാണ്, സെൻട്രൽ ഗവൺമെൻറ് ആണല്ലേ. സോ ഈ ഒരു സ്കീം പ്രകാരമുള്ള സ്പീച്ചസ് ആണെങ്കിലും പവർ പോയിൻറ്റ്
പ്രസൻറ്റേഷൻ ആണെങ്കിൽ തന്നെയും ഹിന്ദി ലാംഗ്വേജിലാണ്. സോ നോൺ ഹിന്ദി സ്പീക്കിംഗ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിൽ നിന്നുള്ള പാർട്ടിസിപ്പൻറ്റ് അവർക്ക് എന്താണ് ഇതിലുള്ള കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. സോ അവർ കംപ്ലയിൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇലിട്രേറ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ആണ് ഇത്തരത്തിലുള്ള സ്കീം, അതായത് ഒരു മീഡിയം ഓഫ് ലാംഗ്വേജിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രാക്ഷൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ 121 ലാംഗ്വേജസ് ആണുള്ളതില്ലേ. അതായത് ഏകദേശം ഒരു 10,000 കണക്കിന് ജനങ്ങൾ എടുക്കുവാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് അത്രയും പേര് എടുക്കുവാണെങ്കിൽ തന്നെ, അതായത് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ ഒന്നും വേണ്ട, ഒരു 10,000 ആൾക്കാരെ പല ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് എടുത്താൽ തന്നെ 121 ലാംഗ്വേജസ് ആയിരിക്കും അവർ സംസാരിക്കുന്നത്. സോ 2011 സെൻസസ് പ്രകാരം ഹിന്ദിയും ഹിന്ദിയുടെ വേരിയൻസ് ആയിട്ടുള്ള കുറേ പല രീതിയിലുള്ള ഹിന്ദീസ് ഉണ്ടല്ലോ. ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് ആ ഒരു ഹിന്ദി ലാംഗ്വേജിൻ്റെ ആ ഒരു സ്ലാങ് മാറി വരുമല്ലേ. സോ ഹിന്ദിയും ഹിന്ദിയുടെ ആ ഒരു വേരിയൻറ്റും നോക്കുവാണെങ്കിൽ തന്നെയും ഒരു 40 വർഷത്തെ ആ ഒരു വേരിയേഷൻ പറയുകയാണ്. അതായത് 2011 എത്തുമ്പോഴേക്കും, അതായത് 1971 അതിൻ്റെ ആ ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോപ്പുലേഷനിലുള്ള ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36.99%. 2011 എത്തിയപ്പോഴേക്കും അത് 43.63%. സോ പോപ്പുലേഷൻ കൂടുന്നു. പോപ്പുലേഷൻ കൂടുമ്പോഴേക്കും ഈ ഒരു നോർത്ത് ഇന്ത്യൻ റീജിയൻസിൽ നോക്കുവാണെങ്കിൽ പുവർ സെക്ഷൻസ് ഉണ്ട് അല്ലേ. ഒപ്പം തന്നെ വിമൻ ആണെങ്കിൽ തന്നെ ലെസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിമൻസ് ഉണ്ട്. അപ്പോൾ ഇവർ നോക്കുമ്പോഴേക്കും അവർക്ക് ആ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണ്. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിമൻ ആണെങ്കിൽ പുറത്ത് പോകുന്നുണ്ട്, മറ്റ് കാര്യങ്ങൾ കാണുന്നുണ്ട്. സോ അവർക്ക് ഒരു പോപ്പുലേഷൻ പോളിസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയായിരിക്കും, അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിനെ പറ്റി അറിയായിരിക്കും. പക്ഷേ ഈ ഒരു പുവർ സെക്ഷനും ഒപ്പം തന്നെ ലെസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വുമൻ അത്തരത്തിലുള്ള സെക്ഷൻസ് ഉണ്ടാകുമ്പോഴേക്കും ആ ഒരു റീജിയനിലുള്ള ഫെർട്ടിലിറ്റി റേറ്റ് വളരെ ഹയർ ആയിരിക്കും. ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണെങ്കിൽ കൂടുതൽ പോപ്പുലേഷനിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ തന്നെയും ഈ ഒരു ഹിന്ദി സ്പീക്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഹയർ ആണ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് പോപ്പുലേഷൻ ഗ്രോത്തിനെ ബാധിക്കുന്നത്. സോ ആ ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റിനെ പറ്റിയാണ് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 3 സെക്യൂരിറ്റി റിലേറ്റഡ് ആർട്ടിക്കിളാണ്. ആൻറ്റി ടാങ്ക് മിസൈൽ കംപ്ലീറ്റ് ഓൾ ട്രയൽസ്. സോ ഇവിടുത്തെ ടോപ്പിക്ക് ഹെലീനയാണ്. ഹെലീന എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗ് മിസൈലിൻ്റെ ഹെലികോപ്റ്റർ വേർഷനാണ്. സോ നാഗ് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ്. ഇത് ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ അണ്ടറിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ഇന്ത്യയിൽ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ഗൈഡഡ് മിസൈലാണ്. ഇതിൻ്റെ ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 തൊട്ട് 10 കിലോമീറ്റർ ആണ്. സോ സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ആണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉള്ളൊരു ഗൈഡഡ് മിസൈൽ കൂടിയാണ് ഹെലിന എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GS പേപ്പർ 2 ഹെൽത്ത് റിലേറ്റഡ് ആർട്ടിക്കിളാണ് സ്പൈക്ക്. സോ നമ്മൾ വാക്സിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഈ ഒരു ആർട്ടിക്കിളിൽ സെൻട്രലി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്റ്റേറ്റുകളിൽ അല്ലെങ്കിൽ ചില ഡിസ്ട്രിക്റ്റുകളിൽ കേസുകൾ നമ്മുടെ നാഷണൽ ലെവലിൽ ടോട്ടലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള ക്ലസ്റ്റേഴ്സിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വാക്സിനേഷൻ ഡ്രൈവ് കൊണ്ടുപോകണം എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ സെൻട്രലി പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കുവാണെങ്കിൽ കേരളത്തിലാണ് നമ്പർ ഓഫ് കേസസ് കൂടുതൽ. സോ നമ്മുടെ ടോട്ടൽ നാഷണൽ ലെവലിലുള്ള കേസുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരളത്തിൽ നിന്നാണ്. സോ ഇത്തരത്തിലുള്ള റീജിയനിൽ വാക്സിനേഷൻ ഡ്രൈവിനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബൂസ്റ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ സെൻട്രലി പറയുന്നത്. നമ്മുടെ വാക്സിനേഷൻ ഡ്രൈവിനെ പറ്റി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 17 നമ്മൾ ഏകദേശം ആ ഒരു ദിവസം 2.5 കോടി വാക്സിൻ ഷോട്ടുകളാണ് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതൊരു റെക്കോർഡാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് കമ്പയർ ചെയ്യുന്നത് ചൈനയുമായിട്ടാണ്. സോ ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ചൈനയുടെ ആ ഒരു പേസ് ഓഫ് വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഡേയിൽ 2.47 കോടി ഷോട്ടാണ് അല്ലേ. സോ ഇതിനേക്കാളും കൂടുതൽ, അതായത് 2.5 കോടി വാക്സിൻ ഷോട്ടാണ് ഇന്ത്യ അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്കോർഡഡ് ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണല്ലേ. 2.5 കോടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ അഡൽട്ട് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡോസ് എങ്കിലും എടുത്തിട്ടുള്ള പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62%. ഒപ്പം തന്നെ ഓരോ 5 പേരിൽ ഒരു വ്യക്തി വെച്ചിട്ട് ഫുള്ളി വാക്സിനേറ്റഡ് ആവുന്നു എന്നാണ്. ഇനി കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജിയുടെ ഡേറ്റാസ് നോക്കുവാണെങ്കിൽ, അതായത് ഭാരത് ബയോടെക് ഏകദേശം ജൂലൈ ഓഗസ്റ്റ് ആ ഒരു മാസത്തിൽ 6 തൊട്ട് 7 കോടി വാക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ മാസം എടുക്കുവാണെങ്കിൽ 10 കോടി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വാക്സിനേഷൻ
പ്രൊഡക്ഷൻ ആണെങ്കിലും നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ പാർലമെൻറ്റിലെ സെഷൻസിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ വാക്സിനേഷൻ ഡ്രൈവ് ബൂസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അഡൽട്ട് പോപ്പുലേഷൻ്റെ ഒരു 94 കോടിയെങ്കിലും എന്ത് ചെയ്യണം ഈ ഒരു വർഷം അവസാനിക്കുമ്പോഴേക്കും വാക്സിനേറ്റഡ് ആവണം എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ മീറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള വാക്സിൻ സപ്ലൈ ആണെങ്കിലും വാക്സിൻ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും നടക്കണമില്ലേ. സോ ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ അതായത് 94 കോടി അഡൽട്ട് പോപ്പുലേഷൻ വാക്സിനേറ്റഡ് ആവണമെങ്കിൽ 184 കോടി ഡോസസ് നമുക്ക് ആവശ്യമുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ടേജ് തന്നെയാണ്, വാക്സിൻ്റെ ഷോർട്ടേജ് ആണ്. ഇപ്പം ജൂലൈ തൊട്ട് ഡിസംബർ വരെ 52 കോടി ഡോസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ 40 കോടി മാത്രമേ സപ്ലൈ നടക്കുന്നുള്ളായിരിക്കും. സോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊന്ന് കറങ്ങി അഡ്മിനിസ്റ്റർ ചെയ്ത് കറങ്ങി റൊട്ടേറ്റ് ചെയ്ത് വരണ്ടേ. സോ നമുക്ക് ഷോർട്ടേജ് ഉറപ്പായിട്ടുമുണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിൾ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഏത് സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിലാണ് കൂടുതൽ കേസുകൾ അത്തരത്തിലുള്ള റീജിയൻസിൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് വാക്സിൻ ഡ്രൈവ് എന്ത് ചെയ്യണം, ബൂസ്റ്റ് ചെയ്യണമെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSP/2 എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആർട്ടിക്കിളാണ് എംപതി ത്രൂ എഡ്യൂക്കേഷൻ. സോ ഈ ഒരു ആർട്ടിക്കിളിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ലേണിങ്ങിനെ പറ്റിയാണ്. സോ ഈ ഒരു ആർട്ടിക്കിളിൽ കുറച്ച് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, കുറേ പോയിൻറ്സുമുണ്ട്. നമുക്ക് UPSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം എടുക്കാവുന്നതാണ്. ചില കാര്യങ്ങൾ നമുക്ക് SIസിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്ത്യയുടെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. സോ അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു സോഷ്യൽ ആൻഡ് ഇമോഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻസ് ഉണ്ടല്ലേ, അതിനെ എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഒപ്പം തന്നെ ആ ഒരു സൊസൈറ്റിയിൽ വരുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റണം. ഒപ്പം തന്നെ നാവിഗേഷനും ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള എഫക്റ്റീവായിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ന്യൂമറസിയും ലിറ്ററസിയും ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതിനു വേണ്ടി കുറേ സപ്പോർട്ടീവായിട്ടുള്ള സ്കിൽസും ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ, കൊളാബറേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി. സോ ഈ ഒരു സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആണെന്ന് തന്നെ പറയാം. കാരണം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കുട്ടികളിൽ ഉണ്ടാക്കുക, ഒപ്പം തന്നെ സോഷ്യൽ അവെയർനെസ് ഉണ്ടാക്കുക, സെൽഫ് അവെയർനെസ് ഉണ്ടാക്കുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൊണ്ടുവരിക, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ളൊരു കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കുക, അതിനോടൊപ്പം തന്നെ അക്കാഡമിക് ആയിട്ടുള്ള ലേണിങ്ങും പ്രൊവൈഡ് ചെയ്യുക. ഇതിനെയാണ് സിംപ്ലി നമ്മൾ സോഷ്യൽ എഡ്യൂക്കേഷണൽ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കീ എലമെൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപതി, സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ്. സോ ഇത് തമ്മിലുള്ള കാര്യമാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് സോഷ്യൽ എഡ്യൂക്കേഷണൽ ലേണിങ്ങിൻ്റെ 2 കീ എലമെൻസിനെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ എംപതി എന്നുള്ളത് നമ്മുടെ GSP/4 എത്തിക്സിലെ സ്റ്റാറ്റിക് ടോപ്പിക് ആണെന്നും കൂടി ഓർത്ത് വെക്കുക. സോ ഇവിടെ എംപതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ആളുടെ, ഒരു പേഴ്സൻ്റെ ഇമോഷനെ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി വിളിക്കുന്ന പേരാണ് എംപതി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു ഡിസ്ട്രിക്ട് കളക്ടർ ആണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികളും അവിടെ ആ ഒരു സിറ്റുവേഷൻസ്, ഇപ്പം ഒരാളുടെ പെൻഷൻ കിട്ടുന്നില്ല എന്ന് ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ അയാളുടെ ആ ഒരു ഇമോഷനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഇമോഷൻ അനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ആക്ഷൻസ് എടുക്കണമില്ലേ. അവിടെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് എംപതി എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി ഓഫ് മൈൻഡ് എന്ന് പറയും. തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുമ്പം ഇപ്പം ഞാനൊരു കാര്യം, ഒരു ടോപ്പിക്ക് കാണുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ വ്യൂ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ എനിക്ക് മിസ്റ്റേക്കുകൾ വരാറുണ്ടല്ലേ. സോ ആ ഒരു കമൻസിൽ നിന്നാണ് ഞാൻ ഒരു മിസ്റ്റേക്കുകൾ പഠിക്കുന്നത്. സോ നമ്മുടെ ഒരു നോളജ്, നമ്മുടെ ഒരു ഇൻറ്റൻഷൻ, നമ്മുടെ ബിലീഫ് എന്നുള്ളത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. സോ അവരുടെ ആ ഒരു തോട്ടിനെയും കൂടി ഐഡൻറ്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള എബിലിറ്റിയാണ് തിയറി ഓഫ് മൈൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ലേണിംഗ് എന്ന് പറയുമ്പം പല റിസർച്ചേഴ്സും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കിടയിൽ ഗ്രേറ്റർ ആയിട്ടുള്ള സോഷ്യൽ സ്കിൽസ് ഉണ്ടാവണം. അവർക്കിടയിൽ ഒരു ഇമോഷണൽ റെഗുലേഷൻ ഉണ്ടായാൽ അത് പിന്നീട് അവരെ കൂടുതൽ സക്സസ്സിലേക്ക് നയിക്കുകയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് ഇതൊരു മിസ്റ്റേക്ക് ആണെന്നാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫിസിയോളജിയും കൂടി റൂട്ടഡ് ആണ്. ഫിസിയോളജി എന്ന് പറയുമ്പോൾ ബ്രെയിൻ,
അതായത് ചില സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫിസിയോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ആണെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ആണെങ്കിലും ഇൻഹെറിറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. ഇൻഹെറിറ്റഡ് ആണെന്ന് പറയുമ്പം എന്താണ്, പേരൻസിൽ നിന്ന് കിട്ടുന്നതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾസിൽ നിന്ന് ഇതെന്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ സയൻറ്റിഫിക് എവിഡൻസ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, കോൺട്രവേഴ്സിയൽ ആവുന്നത്. സോ സയൻറ്റിഫിക് എവിഡൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രെയിൻ സിസ്റ്റം ഉണ്ടല്ലേ, ഈ ഒരു ബ്രെയിൻ സിസ്റ്റം എന്താണ്, ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഏറ്റെടുക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് വിശപ്പ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് ദാഹിക്കുന്നത്, ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ബ്രെയിൻ സിസ്റ്റത്തിനുള്ളത്. ഇത് കൂടാതെ തന്നെ മറ്റ് പല ഫാക്ടേഴ്സുമുണ്ട്. ആ ഒരു ഫാക്ടേഴ്സിനെയാണ് ഈ ഒരു സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ലേണിങ്ങിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ലേണിംഗ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പാൻഡമിക് ടൈമിൽ സ്കൂൾസ് ഷട്ട് ഡൗൺ ചെയ്തു ഇല്ലേ, അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ലേണിംഗ് ലോസ് ഉണ്ട്. സോ കുട്ടികളെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്കിൽസും കൂടി കൊണ്ടുവരണം. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ സാധാരണ കുട്ടികൾക്ക് ആ ഒരു സോഷ്യൽ സ്കിൽസൊക്കെ എങ്ങനെയാണ് വരുന്നത്, അവർ പുറത്ത് പോയി സ്കൂൾസിലൊക്കെ പോയിട്ട് കളിച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ച് വരുമ്പോഴേക്കും അത്തരത്തിലുള്ള സ്കിൽസ് ഡെവലപ്പ് ആവും. പക്ഷേ ഒരു ലോക്ക്ഡൗൺ വന്നതോടുകൂടി എന്താണ്, ഓൺലൈൻ എഡ്യൂക്കേഷൻ വന്നല്ലേ. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിൻ്റെ സൈഡിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, പക്ഷേ അതിൻ്റെ ആ ഒരു എബിലിറ്റി എത്രത്തോളം പോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്താണ് നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഇത്തരത്തിലുള്ള സിസ്റ്റംസും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്തത്. ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരൻസ് ആണെങ്കിലും ഒപ്പം തന്നെ കെയർ ടേക്കേഴ്സ് ആണെങ്കിലും എഡ്യൂക്കേറ്റേഴ്സ് ആണെങ്കിലും കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ലേണിംഗ് പ്രാക്ടീസസുകൾ അപ്ലൈ ചെയ്യണം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഓരോ സ്റ്റുഡൻസിലും അപ്ലൈ ചെയ്യേണ്ട രീതികൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിസ് എല്ലാം തന്നെ സയൻറ്റിഫിക് എവിഡൻസിൻ്റെ ബേസിസിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫ്യൂച്ചറും ഓരോ കുട്ടികൾക്ക് ഉറപ്പ് വരുത്തുന്നത് അവിടുത്തെ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കിക്കൊണ്ടാണ്. അതായത് ഇപ്പോൾ സൊസൈറ്റിയുടെ ആണെങ്കിലും ഒപ്പം തന്നെ വേൾഡിലെ ചേഞ്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കണം അവരുടെ ഫ്യൂച്ചറിനെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതെന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ സ്കിൽസും കുട്ടികളിൽ വളർത്തേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ GSPV3 എക്കണോമി റിലേറ്റഡ് ആർട്ടിക്കിളാണ്, ദ റിലേറ്റീവ് ഇൻകം സബ്ജക്റ്റീവ് വെൽബീയിങ് കണക്ട്. സോ ഇവിടെ വെൽബീയിങ്ങിനെ പറ്റിയാണ് പറയുന്നത്, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളൊന്നുമല്ല. സോ ഈ ഒരു വെൽബീയിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 2 അപ്രോച്ചസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷണൽ ആയിട്ടുള്ള അപ്രോച്ച്, അതായത് ഒബ്ജക്റ്റീവായിട്ടുള്ള ക്രൈറ്റീരിയാസ് മാത്രമേ നോക്കത്തുള്ളൂ. അതായത് എത്ര ഇൻകം വരുന്നുണ്ട്, എത്ര എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്, അതായത് കൂടുതൽ കാശ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സാധനങ്ങൾ കൺസ്യൂം ചെയ്യും ഇല്ലേ, ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ആ ഒരു കൺവെൻഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ അതിൽ ഈ ഒരു ഇൻകം മാത്രമല്ല വരുന്നത്, ഇപ്പം ഇൻഡിവിജ്വലിൻ്റെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, ഏജ്, ജെൻഡർ, സ്കോളിങ്, റിലീജിയൻ, കാസ്റ്റ്, മാരിറ്റൽ സ്റ്റാറ്റസ്, ഒപ്പം തന്നെ ഹെൽത്ത്, എംപ്ലോയ്മെൻറ്റ്, സോഷ്യൽ നെറ്റ്വർക്ക്, അങ്ങനെ എക്കണോമിക്കായിട്ടും ഒപ്പം തന്നെ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെയും കൂടിയാണ് ആ ഒരു കൺവെൻഷണൽ അപ്രോച്ചിൽ വരുന്നത്. പക്ഷേ സബ്ജക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുമ്പം അവിടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വരുന്നത്, അതായത് ഹാപ്പിനെസ് ആണ്. അതായത് ഞാനിപ്പോൾ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആണോ എന്നുള്ളതാണ് ആ ഒരു സബ്ജക്റ്റീവ് അപ്രോച്ചിൽ വരുന്നത്. സോ റീസെൻ്റ് ആയിട്ട് നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് എക്കണോമിക് റീസേർച്ച് ഒരു സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സർവേയുടെ പേരാണ് ഇന്ത്യ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സർവേ എന്ന് പറയുന്നത്. സോ ഇതിൽ എന്താണ് പറയുന്നത്, ഒരു ഓൾ ഇന്ത്യ പാനൽ സർവേ ആയിരുന്നു. ഇതിൽ എന്താണ് ഡെമോഗ്രഫിക് ആയിട്ടും ഹെൽത്തും എക്കണോമിയും സോഷ്യൽ വേരിയബിൾസും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ സബ്ജക്റ്റീവ് വെൽബീയിങ്ങും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ പേജ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത്. സോ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തിരുന്നത് ആ ഒരു ഇൻകം എഫക്റ്റിനെ പറ്റിയായിരുന്നു. സോ സിംപ്ലി വെൽബീയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കൺവെൻഷണൽ അപ്രോച്ചിൽ ഒതുങ്ങുന്നതല്ല. അതായത് ഒരു ഇൻഡിവിജ്വൽ ഒരു മെറ്റീരിയൽ ഗുഡ്സിനെ അഡാപ്റ്റ് ചെയ്യുമ്പം അവർക്ക് അതിനൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതായത് കൂടുതൽ ഇൻകം വരുമ്പോഴേ അവരുടെ ആ ഒരു കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലേ. സോ ഇവിടുത്തെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളതും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. കീപ് ലേണിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച്.